ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയെ വീട്ടിൽ കൊണ്ടുവന്നാക്കാനായിട്ട് മകനോട് ആവശ്യപ്പെട്ടതായിരുന്നു ദേവയാനി. പക്ഷെ വീട്ടിൽ കൊണ്ടുവിടാൻ മാത്രം തെറ്റൊന്നും നയന ചെയ്തിട്ടില്ലെന്ന് അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ആദർശ്. പക്ഷേ ഈ ജീവിതത്തിൽ അങ്ങുവരെ എൻ്റെ അമ്മ കഴിഞ്ഞിട്ടേ തനിക്ക് ആരും ഉള്ളു എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് കുറച്ചൊന്നും സമാധാനമായി. പക്ഷെ ദേവയാനിയും അതുപോലെ നയനയും തമ്മിൽ സ്നേഹത്തിലാകാൻ സമ്മതിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത് നടക്കുകയാണ് അവിടെ ഒരു പിശാചു പിടിച്ച ജലജ. ജലജ കാട്ടിക്കൂട്ടുന്നതെല്ലാം ജലജയുടെ ഭാഗത്തു നിന്ന് ജലജ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നെല്ലാം കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ കനകം ഇങ്ങനെ അതിൽ നടപ്പുണ്ട്. കനകത്തിന് മനസ്സിലായി അവൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും. അതിങ്ങനെ കനകം മനസ്സിലാക്കി അവിടെ ഇവിടെ നിന്ന് പറയുന്നതുകൊണ്ട് ഈ സമയത്ത് അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് നയനയെ കുറ്റപ്പെടുത്തിയതിന് ശേഷം നയനയെ കുറ്റപ്പെടുത്തിയ ജലജയ്ക്ക് വയറ് നിറച്ച് ആദർശാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് അമ്മയും മോനും കൂടി അപ്പുറം മാറി നിന്നിങ്ങനെ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയും അതുപോലെ ദേവയാനിയും തമ്മിൽ ഒരുമിച്ച് സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ താൻ ജീവിതത്തിൽ സമ്മതിക്കില്ലെന്നുള്ള കാര്യം മകനും അമ്മയും കൂടെ സംസാരിക്കുന്നു. അവളുമാർ രണ്ടുപേരും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ എനിക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാകില്ലെന്നും എൻ്റെ മരുമകൾ എന്ന് പറയുന്നത് ഭൂലോക തോൽവിയും ഭൂലോക പാഴുമാണ്. പക്ഷേ നയനയെന്ന് പറയുന്നവൾ അങ്ങനെയല്ല, കഴിവുകളൊക്കെ ഒരുപാടുള്ളവൾ തന്നെയാണ്. അതുകൊണ്ട് ദേവയാനിയുമായിട്ട് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ വീട്ടിൽ പിന്നെ നമുക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാകില്ലെന്നുള്ള കാര്യം അമ്മ മകനോട് പറയാം. അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ദേവയാനിയെയും നയനിയെയും തമ്മിൽ തല്ലിച്ചിരിക്കും എന്ന് അമ്മയും മകനും കൂടെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് നമ്മുടെ കനകം കയറി വരുന്നത്. കയറി വന്ന കനകത്തിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇവളുടെയൊക്കെ മനസ്സിലെ ആ ഒരു ദുഷ്ടതയും കുശുമ്പും എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അങ്ങനെ അത് കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന നമ്മുടെ കനകം ഇവൾക്കിട്ടൊരു പണി കൊടുത്തേ മതിയാകൂ എന്ന് തന്നെ ചിന്തിക്കുന്നു. ഇനി ഇവളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്നുള്ളൊരിത്. ഇവളിവിടെ ഇങ്ങനെ നിറഞ്ഞാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മകൾക്കൊരു ജീവിതം ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ കനകം അവിടെ അങ്ങനെ നിൽക്കുക. കനകത്തിൻ്റെ അടുത്താണോ ജലജയുടെ കളി? ഈരിട്ടടി കൊടുക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പല്ലേ? അത് മേടിക്കാൻ തയ്യാറായി തന്നെ ജലജ ഇരുന്നാലും മതി. അങ്ങനെ അമ്മയും മോനും കൂടെ സംസാരിക്കുന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇതായിട്ട് നിൽക്കുന്നത് ആദർശവും നയനയാണെന്നും രണ്ടുപേരെയും നശിപ്പിച്ചാൽ മാത്രമേ തനിക്കൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം അഭി നിന്ന് പറയുന്നു. നീ വിഷമിക്കേണ്ടടാ മോനെ, എന്തായാലും 2 എണ്ണത്തിൻ്റെ കാര്യത്തിലും ഞാൻ തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ കാര്യമൊക്കെ പ്ലാൻ ചെയ്ത് അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ പിന്നീടാണെങ്കിൽ നമ്മുടെ കനകമാണെങ്കിൽ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് അവിടുത്തെ ജോലികളിലൊക്കെ നയനമോളെ സഹായിക്കാനായിട്ട്. കാരണം ഈ ജലജ ഇപ്പോൾ പറഞ്ഞ് തീർന്നതേ ഉള്ളൂ. നയന ഒരു വേലക്കാരിയായി ഇവിടെ കിടന്നാൽ മതി, അവളെ ഞാൻ ഈ അനന്തപുരിയുടെ വേലക്കാരിയാക്കും, അവൾക്ക് അനന്തപുരിയുടെ വേലക്കാരിയായി ജീവിക്കാനുള്ള യോഗ്യതയേ ഉള്ളൂ. ഇതൊക്കെ അമ്മയും മോനും കൂടെ പറയുന്നതെല്ലാം കനകം കേട്ടു. അങ്ങനെ ഇതെല്ലാം കേട്ട് നമ്മുടെ കനകം മനസ്സ് തകർന്ന് നിൽക്കുക. അപ്പോൾ തൻ്റെ മകളെ മാത്രം അവിടെ ഒരു ജോലിക്കാരിയായി പ്രതിഷ്ഠിക്കാൻ കനകത്തിന് കഴിയില്ലല്ലോ. അപ്പോൾ കനകമാണെങ്കിൽ തനിക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ മകൾക്ക് വേണ്ടി സഹായിക്കാനായിട്ട് തീരുമാനിച്ച് അങ്ങനെ അവിടുത്തെ ഓരോ ചെറിയ ചെറിയ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. നയനയാണെങ്കിൽ അന്നേരം അവിടുത്തെ ബാക്കി ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കനകം അവിടെ ഡോറ്, അതായത് കാറിൻ്റെ ഡോറ് തുടയ്ക്കാനും അതുപോലെ കാറിൻ്റെ ചില്ല് തുടയ്ക്കാനും ഒക്കെ ആയിട്ട് അവിടെ ഇറങ്ങിച്ചെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുക. അപ്പോൾ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന ആദർശ് ഇത് കണ്ടു. ആദർശ് ഇത് കണ്ടപ്പോഴേക്കും അമ്മ നിന്ന് ജോലി ചെയ്യുന്നു. അത് കണ്ടുകൊണ്ട് വന്ന ആദർശ്, അയ്യോ അമ്മ എന്താ ഈ ചെയ്യണേന്ന് ചോദിച്ചു. അമ്മയെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അമ്മയുടെ മൂത്ത മോളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അമ്മ എന്തിനാണ് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നത് എന്ന് ആദർശ് ചോദിച്ചപ്പം, എത്ര നേരം എന്ന് വെച്ചാൽ മോനെ വെറുതെ ഇരിക്കുന്നേ, പിന്നെ നയനമോൾ എല്ലായിടത്തും ഓടിയെത്തുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ മോനെ സഹായിക്കാമെന്ന് വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ, അതിനല്ലേ ഇവിടെ മീനാക്ഷി ചേച്ചിയെ വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നയനയുടെ ജോലി ഇരട്ടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അമ്മ ഇങ്ങനെ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, അതുപോലെ അമ്മ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യാനായിട്ടും കൂട്ടാക്കണ്ട, അമ്മ ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യണ്ട, അമ്മയുടെ മൂത്ത മകളുടെ കാര്യങ്ങൾ നോക്കി അമ്മ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആദർശ് സമ്മതിച്ചില്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യിക്കാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു, അപ്പോഴേക്കും നയന അവിടുന്ന് തുണിയൊക്കെ വാരി എടുത്തുകൊണ്ട് വരുമായിരുന്നു. അപ്പോഴാണ് അമ്മയെയും ആദർശേട്ടനെയും കാണുന്നത്. അപ്പോൾ ആദർശേട്ടനെ കണ്ടപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ചെന്നു. എന്താ ആദർശേട്ടാ, എന്താ അമ്മയെന്ന് ചോദിച്ചു. നീ അറിഞ്ഞുകൊണ്ടാണോ അമ്മയെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ജോലി ചെയ്യിച്ചോ, എന്ത് ജോലി?
അയ്യോ മോനെ, മോൾ അറിഞ്ഞിട്ടൊന്നുമില്ല, അവള് അറിഞ്ഞിട്ടേ ഇല്ല, അവള് കണ്ടില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. അല്ല, അമ്മ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നു, അമ്മ ദേ കാറ് തുടച്ചിടുമായിരുന്നു, നീ അമ്മയെ കൊണ്ട് ജോലികളൊന്നും ചെയ്യിക്കരുതെന്ന് പറഞ്ഞ് ആദർശ് ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ കണ്ടില്ല ആദർശേട്ടാ, അമ്മ വന്ന് ചെയ്തതൊന്നും ഞാൻ കണ്ടില്ല, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്തിനാ അമ്മ ഇങ്ങനെ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നത്? അമ്മ ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്നതല്ലേ, അതുമാത്രം നോക്കിയാൽ പോരെ, അമ്മ എന്തിനാ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് നിൽക്കണേ എന്നൊക്കെ ചോദിച്ച് നയന ഇങ്ങനെ ചോദിക്കുന്നു. അല്ല മോളെ, എല്ലായിടത്തും നിന്നോടൊപ്പം നിനക്ക് ഓടിയെത്താൻ പറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ അമ്മ ഒന്ന് നോക്കിയതാണെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ജോലികളൊന്നും ഈ വീട്ടിലില്ല, അതുകൊണ്ട് അമ്മ വിഷമിക്കൊന്നും വേണ്ട, അമ്മ ഇങ്ങനെ വന്നേന്നും പറഞ്ഞ് വിളിച്ചു മാറ്റി നിർത്തുന്നു. ഇപ്പം ശരിയെന്നും പറഞ്ഞു ആദർശ് അങ്ങനെ യാത്ര പറഞ്ഞു പോകണം. അമ്മ ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. ആദർശ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകം നയനയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരെക്കുറിച്ചും പറഞ്ഞു. എല്ലാവരെയും എൻ്റെ മോളൊന്ന് സൂക്ഷിക്കണം, എൻ്റെ മോളെ എല്ലാവരും വേലക്കാരിയായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്, എൻ്റെ മോൾക്ക് ഒരു സ്ഥാനം തരാൻ ആരും തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ കനകം പറഞ്ഞപ്പോൾ, അമ്മ ഈ വീട്ടിൽ 1-2 പേര് ദുഷ്ടരായിട്ടുള്ളവരുണ്ട്, പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും നല്ല ആൾക്കാരാമേ. അപ്പോൾ ആദർശേട്ടൻ തന്നെയാണെങ്കിലും മറ്റുള്ളവരെല്ലാവരും നല്ല ആൾക്കാരാ അമ്മ, അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നീ പറഞ്ഞ ചിലരുണ്ടല്ലോ, ആ ചിലര് നിന്നെ ഇവിടെ ഒരു വേലക്കാരിയാക്കാനും നിന്നെ ഇവിടെ നിന്ന് പുറന്തള്ളിക്കാനുമാണ് ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കനകം അങ്ങനെ പറഞ്ഞു. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് നയന അമ്മയോട് പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു. അപ്പോൾ ശത്രുക്കളുടെ മുന്നിൽ എൻ്റെ മോള് തോറ്റു കൊടുക്കരുതെന്നും നിൻ്റെ അമ്മായിയമ്മയെ വരുതിയിലേക്ക് ആക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോളണം എന്നും ഇങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കായിട്ട് പോകരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എനിക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് അമ്മേ, പക്ഷേ അതൊന്നും നടക്കുന്നില്ലെന്നുള്ള രീതിയിൽ നമ്മുടെ നയനെ അന്നേരം സംസാരിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ അമ്മ, എൻ്റെ മോള് വിഷമിക്കണ്ട, ഈ അമ്മയുള്ളിടത്തോളം കാലം എൻ്റെ മോള് ടെൻഷൻ അടിക്കണ്ടെന്നും പറഞ്ഞ് കനകം അവിടെ നിന്ന് പോയി. പിന്നെ നമ്മുടെ നയനെ അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശ് അവിടെ കമ്പനിയിലിരിക്കുന്നു. ആദർശ് കമ്പനിയിലിരിക്കുന്ന സമയത്ത് അനി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ അനി അങ്ങ് ചെന്നപ്പോൾ ഈ അനിയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ നയന കനകത്തിനോട് പറഞ്ഞു. അനിയൊക്കെ നല്ല ആൾക്കാരാമേ, നല്ല ചെറുപ്പക്കാരനാ അനി, ഇതൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേട്ടൻ ഇരിക്കുന്നിടത്തേക്ക് അനുജൻ ചെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ എന്താടാ നീ വന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഏട്ടാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വിവാഹ കാര്യങ്ങൾ അനി ആദർശനോട് പറയാം. എടുത്ത് ചാടി ഒരു വിവാഹം ഇപ്പോൾ വേണോ വേണ്ടയോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു കല്യാണം കഴിക്കണമെന്നൊന്നും ഇല്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ പറഞ്ഞു. എടാ, കല്യാണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കുടുംബജീവിതത്തെക്കുറിച്ചോ നിൻ്റേതായ മുൻധാരണകളൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അനാമികയുടെ വീട്ടിൽ പോയപ്പോൾ ഞാനും മുത്തശ്ശനും ഒക്കെ ഒരുമിച്ചെടുത്തൊരു തീരുമാനമുണ്ട്. എത്രയും പെട്ടെന്ന് നല്ലൊരു മുഹൂർത്തത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടത്തണമെന്ന്. ആ വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താടാ പ്രശ്നം? പിന്നെ ഒരു പ്രശ്നവും ഇല്ലല്ലോ. പിന്നെ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് ആലോചിച്ചു കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് നിനക്ക് ആകെ കൺഫ്യൂഷൻ. ഇപ്പോൾ എൻ്റെയും നയനയുടെയും ജീവിതത്തിൽ യാതൊരു കുഴപ്പങ്ങളും ഇല്ലല്ലോ, പിന്നെന്താ ഇപ്പോൾ പ്രശ്നം? നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ അനുജനെ ബ്രെയിൻ വാഷ് ചെയ്യുക വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കാണെങ്കിൽ ഇതിലൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല. അനാമികയെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ അത് എല്ലാവരുടെയും മുന്നിലും അനാമികയുടെ മുന്നിലും നിന്ന് സമർത്ഥിച്ച് സംസാരിക്കാനായിട്ട് കഴിയാതെ പോയതിൻ്റെ ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിക്കുള്ളത്. അനിയാണെന്നുണ്ടെങ്കിൽ ആകെ വെപ്രാളം കയറി നിൽക്കുക. അപ്പോൾ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിനക്ക് എന്താ പറ്റിയെന്ന് ആദർശ ചോദിച്ചു. എനിക്കറിയില്ല ഏട്ടാന്ന് പറഞ്ഞു. നീയേ ഒന്നിലും എൻഗേജ്ഡ് ആകാതെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ തെക്കു വടക്ക് നടക്കുന്നതിൻ്റെ പ്രശ്നം എല്ലാം നിർത്തി നീ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. കമ്പനിയിൽ കയറി കാര്യങ്ങളെല്ലാം. പിന്നെ നിൻ്റെ കവിത പോലെ നിൻ്റെ കവിതയിൽ കാണുന്ന അല്ലെങ്കിൽ കവിതയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതൊന്നും അല്ല ജീവിതം. അതിൽ അങ്ങനെ കുറേ ക്രിയേറ്റിവിറ്റികൾ മാത്രം ആയിട്ട് നീ ജീവിതത്തെ കാണരുത്. അങ്ങനെ ജീവിതത്തെ നീ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിക്കുകയേ ചെയ്യരുത്. അതൊക്കെ പറഞ്ഞ് ചേട്ടൻ കുറേ ഉപദേശിച്ചു. എന്നിട്ട് കമ്പനിയിലേക്ക് ജോലിക്ക് കയറാനായിട്ടും പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ അതിനൊന്നും ഒരു മൂഡില്ല ഏട്ടാ, അതിനൊക്കെയുള്ള സമയം വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അനി എന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇവനിതെന്താ പറ്റിയേ എന്നോർത്ത് ആദർശം അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് അനന്തപുരിയിലാണെങ്കിൽ നമ്മുടെ കനകം ആലോചിക്കണം എങ്ങനെയാണ് ജലജയ്ക്കിട്ട് പണി കൊടുക്കുക എന്നുള്ളത്. പിന്നെ എല്ലാം നയനയെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ പെരുങ്കള്ളിയേക്കാൾ വലിയ പെരുങ്കള്ളിയായിട്ട് ഇരിക്കുന്ന നവ്യയെ വെറുതെ വിടാൻ കഴിയല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നവ്യയെ കൊണ്ടും പണി എടുപ്പിക്കണം. മാത്രമല്ല ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന നവ്യ ജോലി ചെയ്യുന്നത് അത്യാവശ്യ കാര്യമായതുകൊണ്ട് നമ്മുടെ കനകം നവ്യയെ കൊണ്ട് ജോലി എടുപ്പിക്കാനും തീരുമാനിക്കുന്നു. എന്തായാലും അഭിയുടെയും ജലജയുടെയും കള്ളത്തരങ്ങളും അതുപോലെ ആ ഒരു വലിയ ചതിയും ഒളിഞ്ഞു നിന്ന് കേട്ട് നമ്മുടെ കനകം അവിടെ
ശരിക്കും പറഞ്ഞ ജലജയ്ക്കിട്ടുള്ള ഒരു ഇടിവെട്ട് പണി കൊടുക്കാനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്താൻ പോവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചു നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ ബൈ.